ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു, അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു വാട്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് എന്നതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാമെന്ന് പഠിച്ചാലോ? അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ പ്ലേ, അതിന്റെ മീനിങ് എന്താണ്? ഞാൻ കളിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ഹാബിറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഞാൻ ചെയ്യാറില്ല എന്ന് പറയാമെന്ന് നോക്കാം അല്ലേ? ഈ ഐ പ്ലേ എന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഡോണ്ട് ചേർത്ത് കൊടുത്താൽ എന്താവും? ഞാൻ കളിക്കാറില്ല എന്നൊരു മീനിങ് നമുക്ക് കിട്ടും. എക്സാമ്പിൾ, ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഐ ഡോണ്ട് പ്ലേ ഞാൻ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഡു. പിന്നെ അതിന്റെ കൂടെ ഏത് വെർബ് ആണോ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൊടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ഞാനത് ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡു, ഞാനത് ചെയ്യാറില്ല. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് ഡു, ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളും വളരെ സിമ്പിൾ ആണല്ലേ? അതായത് നമ്മുടെ ഹാബിറ്റ്സ് ഷെയർ ചെയ്യുന്നത്, ചെയ്യാറുണ്ട് എന്ന് പറയുന്നതും ചെയ്യാറില്ല എന്ന് പറയുന്നതും അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമുക്കുണ്ട് എന്ന് പറയാൻ ആരാണോ പറയുന്നത്, ഇവിടെ നമ്മൾ ഞാൻ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ എന്താണ്? ഐ. അതിനുശേഷം, അതായത് ഐക്ക് ശേഷം ഏത് വെർബാണോ ചേർത്ത് കൊടുക്കുന്നത്? ഐ പ്ലേ. പ്ലേ എന്നുള്ള വെർബാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? ഞാൻ കളിക്കാറുണ്ട്. അത് പറഞ്ഞാൽ തന്നെ എന്തായി? നമ്മുടെ ഹാബിറ്റായി മാറിയില്ലേ? അതായത് ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഇനിയിപ്പോ ഐ പ്ലേന്റെ കൂടെ നമ്മൾ ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ? ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇതിന്റെ ഈ സെന്റൻസിൽ തന്നെ ഒരു ഡോണ്ട് ചേർത്ത് കൊടുത്താൽ എന്തായി? ഞാൻ ചെയ്യാറില്ല എന്ന മീനിങ്ങും നമുക്ക് കിട്ടി. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാ? ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. നോ ലെറ്റ് us check our examples. നമുക്ക് നമ്മുടെ എക്സാമ്പിൾസിലേക്ക് ഒന്ന് കടക്കാം അല്ലേ? അതായത് ഇനി നമുക്ക് ഞാൻ കളിക്കാറില്ല എന്ന് പറയണം. അതെങ്ങനെയാ നമ്മൾ പറയാ? ഈ ഐ പ്ലേ ഇൻ ദ മോർണിംഗ് എന്നുള്ള ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഡോണ്ട് ആഡ് ചെയ്താൽ ഞാൻ കളിക്കാറില്ല എന്നൊരു മീനിങ് നമുക്ക് കിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ്? ഐ ഡോണ്ട് പ്ലേ ഇൻ ദ മോർണിംഗ്. ഐ ഡോണ്ട് പ്ലേ ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ കളിക്കാറില്ല. നെക്സ്റ്റ് വൺ, ഞാൻ കുളിക്കാറില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുല്ലേ? ഐ ടേക്ക് ബാത്ത്, ഞാൻ കുളിക്കാറുണ്ട്. ഇനി നമ്മൾ കുളിക്കാറില്ല എന്ന് എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് ടേക്ക് ബാത്ത്. ഐ ഡോണ്ട് ടേക്ക് ബാത്ത്, ഞാൻ കുളിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഇതെങ്ങനെയാ നമ്മൾ പറയാ? ഐ ഡോണ്ട് സ്ലീപ് ആഫ്റ്റർനൂൺ. ഐ ഡോണ്ട് സ്ലീപ് ആഫ്റ്റർനൂൺ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ രാവിലെ നേരത്തെ ഉണരാറില്ല. ഞാൻ രാവിലെ നേരത്തെ ഉണരാറില്ല. ഐ ഡോണ്ട് വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഐ ഡോണ്ട് വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഞാൻ വീഡിയോ ഗെയിം കളിക്കാറില്ല. ഇതെങ്ങനെയാ നമ്മൾ പറയാ? ഞാൻ വീഡിയോ ഗെയിം കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ വീഡിയോ ഗെയിം. ഐ ഡോണ്ട് പ്ലേ വീഡിയോ ഗെയിം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, ടി വി ഷോകൾ ഞാൻ കാണാറില്ല. ടി വി ഷോകൾ ഞാൻ കാണാറില്ല. ഇതെങ്ങനെയാ നമ്മൾ പറയാം? ഐ ഡോണ്ട് വാച്ച് ടി വി ഷോസ്. ഐ ഡോണ്ട് വാച്ച് ടി വി ഷോസ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോവാറില്ല. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോവാറില്ല. ഞാൻ പാടാറില്ല. ഞാൻ പാടാറില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് സിങ്. ഐ ഡോണ്ട് സിങ്. അതുപോലെ തന്നെ ഞാൻ കളിക്കാറില്ല. ഞാൻ കളിക്കാറില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ ഡോണ്ട് പ്ലേ. ഞാൻ ഓടാറില്ല. ഞാൻ ഓടാറില്ല. ഐ ഡോണ്ട് റൺ.
ഞാൻ എന്നും അമ്പലത്തിൽ പോകാറില്ല. അതായത് ഞാൻ അമ്പലത്തിൽ പോകാറില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് നമ്മുടെ ഹാബിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ അമ്പലത്തിൽ പോകാറില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ഗോ ടു ദ ടെമ്പിൾ. ഐ ഡോണ്ട് ഗോ ടു ദ ടെമ്പിൾ. ഇനി നമുക്ക് പറയണം ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. അതുപോലെ തന്നെ I don't run 2 kilometer every morning. I don't run 2 kilometer every morning. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രഭാത വാർത്ത കാണാറില്ല. എല്ലാ ദിവസവും ഞാൻ പ്രഭാത വാർത്ത കാണാറില്ല എന്നുള്ളത് എങ്ങനെയാ നമ്മൾ പറയാ? ഐ ഡോണ്ട് വാച്ച് മോർണിംഗ് ന്യൂസ് എവറി ഡേ. ഐ ഡോണ്ട് വാച്ച് മോർണിംഗ് ന്യൂസ് എവറി ഡേ. അടുത്തതായിട്ട് എന്താണ്? ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ എൻ്റെ അമ്മയെ സഹായിക്കാറില്ല. ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ എൻ്റെ അമ്മയെ സഹായിക്കാറില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹെൽപ്പ് മൈ മദർ ടു കുക്ക് ഫുഡ്. ഐ ഡോണ്ട് ഹെൽപ്പ് മൈ മദർ ടു കുക്ക് ഫുഡ്. നെക്സ്റ്റ് എന്തായിരുന്നു? ഞാൻ ഡയറി എഴുതാറുണ്ട് എന്നായിരുന്നില്ലേ? അതെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് റൈറ്റ് ഡയറി. ഐ ഡോണ്ട് റൈറ്റ് ഡയറി. ഞാൻ ഡയറി എഴുതാറില്ല. എല്ലാ ദിവസവും 10 മണിക്ക് ഉറങ്ങാറില്ല എന്ന് എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് സ്ലീപ്പ് അറ്റ് 10 o'clock every day. ഐ ഡോണ്ട് സ്ലീപ്പ് 10 o'clock every day. ഞാൻ എല്ലാ ദിവസവും 100 പേജ് വായിക്കാറില്ല എന്നെങ്ങനെയാ നമ്മൾ പറയാം? ഐ ഡോണ്ട് റീഡ് 100 pages every day. ഐ ഡോണ്ട് റീഡ് 100 pages every day. ഞാൻ എല്ലാ ദിവസവും 100 പേജ് വായിക്കാറില്ല. സുഹൃത്തുക്കളോട് ഞാൻ ചാറ്റ് ചെയ്യാറില്ല. നമ്മൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു ശീലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഇന്ന് എന്താണ് പറയേണ്ടത്? എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചാറ്റ് ചെയ്യാറില്ല. ഇതെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഡോണ്ട് ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറില്ല. ഐ ഡോണ്ട് ടീച്ച് മൈ സ്റ്റുഡൻറ്. ഐ ഡോണ്ട് ടീച്ച് മൈ സ്റ്റുഡൻസ്. നെക്സ്റ്റ് എന്താണ്? ഞാൻ എൻ്റെ പൂന്തോട്ടം നനയ്ക്കാറില്ല. ഞാൻ പൂന്തോട്ടം നനയ്ക്കാറില്ല. ഐ ഡോണ്ട് വാട്ടർ ദ ഗാർഡൻ. ഐ ഡോണ്ട് വാട്ടർ ദ ഗാർഡൻ. ഞാൻ മീൻ വാങ്ങിക്കാറില്ല. ഐ ഡോണ്ട് ബൈ ഫിഷ്. ഐ ഡോണ്ട് ബൈ ഫിഷ്. ഞാൻ മീൻ വാങ്ങാറില്ല. ഞാൻ യോഗ ചെയ്യാറില്ല. ഞാൻ യോഗ ചെയ്യാറില്ല. ഇത് നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഡു യോഗ. ഐ ഡോണ്ട് ഡു യോഗ. ഞാൻ യോഗ ചെയ്യാറില്ല. ഞാൻ ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നില്ല. ഞാൻ ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നില്ല. ഐ ഡോണ്ട് ബ്രിങ് ലഞ്ച്. ഐ ഡോണ്ട് ബ്രിങ് ലഞ്ച്. ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കാൻ ശ്രമിക്കാറില്ല. എല്ലാവരും പറയുന്നത് കേൾക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ഐ ഡോണ്ട് ട്രൈ ടു ലിസൺ ടു എവരി വൺ. ഐ ഡോണ്ട് ട്രൈ ടു ലിസൺ ടു എവരി വൺ. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. ഏത് ട്രെയിനേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.